മലയാളം മതിയാവോളം എന്ന PSC പരിശീലന പദ്ധതിയിലേക്ക് സ്വാഗതം. എയർ ഭാഷ പഠന കൂട്ടായ്മയുടെ പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിൽ സജീവമായി എല്ലാവരും പങ്കെടുക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ. ആപത്കരമായ യാത്ര, അതൊരു സഞ്ചാര സാഹിത്യ കൃതിയാണ്. എഴുതിയത് KM പണിക്കർ. KM പണിക്കരുടെ ആപത്കരമായ യാത്ര എന്നത് ഒരു സഞ്ചാര സാഹിത്യ കൃതിയാണ്. ഒഴികൊഴിക ദശവദന ശൃണുമമവചോ ഭവാൻ വല്ലാത കാര്യമോരായികമൂഢപ്രഭു. ഒഴികൊഴിക ദശവദന ശൃണുമമവചോ ഭവാൻ വല്ലാത കാര്യമോരായികമൂഢപ്രഭു. ഇത് ആരോട് പറയുന്ന വാക്കുകളാണ്? മണ്ഡോദരി രാവണനോട് പറയുന്ന വാക്കുകളാണ്. മണ്ഡോദരി രാവണനോട് പറയുന്ന വാക്ക്. അമ്പേറ്റു പിടയുമ്പോൾ നാം അൻപിനാൽ അടിവാർന്നിടും, നമ്മെ എയ്തിട്ട വേടനും നന്മ നേരാൻ മറന്നിടാം. നമ്മെ എയ്തിട്ട വേടൻ നന്മ നേരാൻ. അമ്പോട് പിടയുമ്പോൾ നാം അൻപിനാൽ അലിവാർന്നിടും, നമ്മെ എയ്തിട്ട വേടനും നന്മ നേരാൻ മറന്നിടാം. അയ്യപ്പ പണിക്കർ ഗോത്രയാനത്തിൽ പറയുന്ന വരികളാണ് ഇവ. വള്ളത്തോളിൻ്റെ സമ്പൂർണ്ണ ജീവചരിത്രം പിൽക്കാലത്ത് ആധുനികകാലത്ത് ഒരാൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആരാണ്? വള്ളത്തോളിൻ്റെ സമ്പൂർണ്ണ ജീവചരിത്രം തയ്യാറാക്കിയത് V. ഉണ്ണികൃഷ്ണൻ നായരാണ്. V. ഉണ്ണികൃഷ്ണൻ നായർ. എൻ ചുണ്ടിലൊട്ടിടയ്ക്കൂറിയ മാധുരി നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ. ഒരു കവിതയിലെ വരികളാണ്. എൻ ചുണ്ടിലൊട്ടിടയ്ക്കൂറിയ മാധുരി നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ. NV കൃഷ്ണവാര്യരുടെ ഉത്തരാധുനിക രീതിയിലുള്ള കവിതയിലെ വരികളാണ്. ചെന്നിനായകം കൈക്കുന്ന ചുണ്ടിലൂടെ അമ്മ ഓർമ്മയായി. ചെന്നിനായകം കൈക്കുന്ന ചുണ്ടിലൂടെ അമ്മ ഓർമ്മയായി. സ്വപ്നത്തിൽ മധുരം തന്ന രക്തസാക്ഷിയാണ് അച്ഛൻ. ചെന്നിനായകം കൈക്കുന്ന ചുണ്ടിലൂടെ അമ്മ ഓർമ്മയായി. സ്വപ്നത്തിൽ മധുരം തന്ന രക്തസാക്ഷിയാണ് അച്ഛൻ എന്നത് A. അയ്യപ്പൻ്റെ വരികളാണ്. A. അയ്യപ്പൻ എന്ന കവിയുടെ വരികളാണ്. അകൃത്രിമദ്യതിൽ അനവധ്യേയം അടുത്തു വന്നിനി അനുവശ്യേയം. ആകൃതി കണ്ടാൽ അതിരംഭേയം ആരാലിവൾ തൻ അധരംഭേയം. ഏത് കൃതിയിലെ വരികളെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ആരോട് പറയുക? കാട്ടാളനാണ് പറയുന്നത്, അല്ലേ? മേന്തിയെ കണ്ടതിന് ശേഷം. ഓക്കെ. കിരാതവൃത്തം എന്ന കവിത രചിച്ചത് നമ്മുടെ കടമനിട്ട രാമകൃഷ്ണനാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഭാരതീയ ആഖ്യാന സമ്പ്രദായ പ്രകാരം ഉറൂബ് എഴുതിയ കൃതി ഏതാണ്? ഭാരതീയ രീതിയിലുള്ള ഒരു ആഖ്യാന രീതി സ്വീകരിച്ചുകൊണ്ട് ഉറൂബ് എഴുതിയ കൃതി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലാണ്. ഓക്കെ. ഐറണി പാരഡി പ്രയോഗങ്ങളിൽ മികവ് പുലർത്തിക്കൊണ്ട് രചന നടത്തുന്ന ഒരു സമകാല കവി ആരാണ്? നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ആധുനിക തലമുറയിൽപ്പെട്ട ഐറണി പാരഡി പ്രയോഗങ്ങളിൽ മികവ് പുലർത്തുന്ന കവിയാണ് KR ടോണി. KR ടോണി അധ്യാപകനുമാണ്. പ്രതിഭയ്ക്ക് കാരയത്രി ഭാവയത്രി എന്ന് രണ്ട് വിഭാഗം കൽപ്പിക്കുന്നത് രാജശേഖരനാണ്. പ്രതിഭയ്ക്ക് കാരയത്രി ഭാവയത്രി എന്ന് രണ്ട് വിഭാഗം കൽപ്പിക്കുന്നത് രാജശേഖരൻ. ജൂൺ 19 ഏത് ദിനമെന്ന് നമുക്കറിയാം. വായനാ ദിനമാണ്. യഥാർത്ഥത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ച് തുടങ്ങിയത് ഏത് വർഷമാണ്? 1996. 1996 മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിച്ച് തുടങ്ങിയത്. ലോകസഭാ അംഗമായ ആദ്യത്തെ മലയാള സാഹിത്യകാരൻ SK പൊറ്റക്കാട്. ലോക്സഭാ അംഗമായ ആദ്യ മലയാള സാഹിത്യകാരനാര്? SK പൊറ്റക്കാട്. നടക്കരുത്. ഒരുപാട് പ്രാധാന്യമുണ്ട് SKക്ക്. ജ്ഞാനപീഠ പുരസ്കാരം
നേടിയിട്ടുള്ള സഞ്ചാര സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം. അതേസമയം നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, കവിയാണ്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. ജ്ഞാനപീഠത്തിന് എന്തുകൊണ്ടും അർഹനായിട്ടുള്ള പ്രതിഭാശാലിയായ എഴുത്തുകാരനാണ്. ലോക്സഭാ അംഗമായിരുന്നിട്ടുള്ള ആദ്യ മലയാള സാഹിത്യകാരനും എസ് കെ പൊറ്റക്കാടാണ്. ലോക പുസ്തക ദിനം ഏപ്രിൽ 23 ഈയിടെ കഴിഞ്ഞതാണ്. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ഒരുപാട് ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുസ്തകമേളകളാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. പുസ്തക വായന എത്രത്തോളം എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 21. നമുക്കറിയാവുന്നതാണ്. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമാണ്. സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമായിട്ട് അറിയപ്പെടുന്നത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ഭാരതത്തിൽ. മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2013. അതിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഓർത്തു വയ്ക്കുക. വൃദ്ധസദനം എന്ന നോവൽ രചിച്ചത് TV കൊച്ചുബാവയാണ്. ആൽക്കമിസ്റ്റ് എഴുതിയത് നമുക്കറിയാം പൗലോ കൊയ്ലോ ആണ്. പൗലോ കൊയ്ലോയുടെ രചനയാണ് ആൽക്കമിസ്റ്റ്. അതിന് പല വിവർത്തനങ്ങളുണ്ടായിട്ടുണ്ട്. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. അറബിപ്പൊന്ന് എന്ന നോവൽ MD വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്നാണ് എഴുതിയത്. സൂര്യനമ്പൂതിരിപ്പാട്, പഞ്ചുമേനവൻ തുടങ്ങിയവർ ഏതിലെ കഥാപാത്രങ്ങളാണെന്ന് നമുക്കറിയാം. ഇന്ദുലേഖയിലേതാണ്. ആറന്മുള വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? പമ്പയാറിലാണ്. ആനവാരി രാമൻ നായർ ആരുടെ സൃഷ്ടിയാണ്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. കാച്ചിക്കുറുക്കി കവിതകൾ എഴുതിയത് വൈലോപ്പിള്ളിയാണ്. മലയാള സാഹിത്യ ചരിത്രം, കേരള സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന പല ഭാഗങ്ങളായി എഴുതിയത് ഉള്ളൂരാണ്. കേരള സാഹിത്യ അക്കാദമിക്ക് ഒരു ആപ്തവാക്യമുണ്ട്, മലയാണ്മയുടെ സ്വർഗ്ഗകവാടം. മലയാണ്മയുടെ സ്വർഗ്ഗകവാടം എന്ന ആപ്തവാക്യമായി ഏത് സംഘടനയുടേതാണ്? കേരള സാഹിത്യ അക്കാദമിയുടെയാണ്. കേരള സാഹിത്യ അക്കാദമിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം കാനകക്കുന്ന് കൊട്ടാരത്ത്. കേരള സാഹിത്യ അക്കാദമിക്ക് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. എന്നാൽ അതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരിലാണ്. 2017 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചത് ഏത് നോവലിനായിരുന്നു? 2017 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ ഏതാണ്? നിരീശ്വരൻ. നിരീശ്വരൻ എഴുതിയത് VJ ജെയിംസ്. VJ ജെയിംസ് എഴുതിയ നിരീശ്വരനാണ് അവാർഡ് കിട്ടിയത്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇത് എവിടെയാണ്? കണ്ണൂരാണ്. കേരളത്തിലെ കണ്ണൂർ. ഇന്ന് നിലവിലുള്ള പത്രങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രം എന്ന് പറയാവുന്നത് ദീപിക പത്രം. ഓക്കെ, ഇന്നത്തെ തൽക്കാലം ഇത്രയും.